ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. ആൾ പോണേക്കുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കുളി ഇന്ന് നേരത്തെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മാളൂനെ വിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറ്. കാരണം രാവിലെ ഒരു 4:30 ആകുമ്പോഴാണ് എണീക്കണേ. ആ സമയത്ത് കുളി മടിയാണ് കേട്ടോ. ആ സമയത്ത് കുളിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ എല്ലാം രാവിലെ കുളിച്ചിട്ടൊക്കെ നീയുമ്പോൾ മാളൂനെ വിടാൻ ലേറ്റായി പോകും. അപ്പം മാളൂനെ വിട്ട് കഴിഞ്ഞിട്ട് കേട്ടോ കുളി. നമ്മൾ പുട്ടും കടലക്കറിയായിട്ട് ഉണ്ടാക്കിയേക്കണേ. പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലിരിക്കണ ഇന്നലെ വൈകിട്ടത്തെ ചപ്പാത്തി കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറി പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടോ. മാളൂന് കൊണ്ടുപോകാറായപ്പോഴത്തേന് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറെടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനീഷേട്ടന് കഴിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അനീഷേട്ടന് ഞാനിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വയ്ക്കുമെല്ലാം. നേരത്തേന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. പാത്രത്തിലെടുത്തുകൊണ്ട് പോയി ഇടയ്ക്ക് കറി എടുക്കാൻ പറ്റും, പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ട് ടേബിളിലേക്ക് അങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിക്കാമല്ലോ. ചായ കുടിക്കുന്ന സമയം ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ചായ കുടിക്കില്ല കേട്ടോ. വെള്ളമാണ് കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം. രാവിലെ തന്നെ എണീറ്റ് മാള് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ തിളപ്പിച്ച് കുടിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ വിളിക്കും കേട്ടോ. ആദ്യം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെ ഇരിക്കും. അവരുടെ സമയം പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ആ സമയത്ത് ഫ്രീ ആണ്. അങ്ങനെ കുറേ നേരം വിളിക്കും. അങ്ങനെ അനീഷേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായി. കുറച്ച് ദിവസമായിട്ട് അനീഷേട്ടൻ നല്ല തിരക്കാട്ടോ. നേരത്തെ പോകും, പിന്നെ ലേറ്റായിട്ടാണ് വരുന്നത്. മൊത്തത്തിൽ ബിസിയാണ്. വീട്ടിൽ വന്നാലും കഴിക്കാൻ വരുന്ന സമയത്താണെങ്കിലും എപ്പോഴും ആരെങ്കിലും കോൾ ചെയ്യൽ, ഓഫീസിലെ തന്നെ പണികളാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞതേ അനീഷേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പിന്നെയും തന്നെ ഇവർ പോയി കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു മൂഡ് ഓഫ് ആട്ടോ. അച്ഛനും മോളും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ആ മൂഡ് ഓഫൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് പണ്ട് പോലെ അങ്ങനെയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവരങ്ങ് കുറച്ച് നേരമാണെങ്കിലും മാറി കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരും കേട്ടോ. അപ്പോൾ അവരങ്ങ് മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഫീലാണ്. അന്നേരം ഞാൻ ഇങ്ങനെയൊക്കെ പോയി നിന്ന് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അതേ മുടി ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ കെട്ടി വയ്ക്കും കേട്ടോ. കാരണം അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചൂടെടുക്കും ഇങ്ങനെ അഴിച്ചിടുമ്പം. അപ്പോൾ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയ കുളിപ്പിന്നലൊക്കെ കെട്ടിയിടും. ഇന്ന് ഉച്ചത്തേക്കിന് പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയർ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ള ഒലത്താനുള്ള എല്ലാം റെഡിയാക്കണം. ചോറ് രാവിലെ തന്നെ 2 വിസിലടുപ്പിച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റണം. ചാറ് കറിക്ക് കടലക്കറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അനീഷേട്ടന് ചോറിന് കടലക്കറി ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ ചാറ് കറി ഉണ്ടാക്കുന്നില്ല. പയറ് തോരനും വെച്ച് പിന്നെ അയില വറുത്തതുണ്ട്. അയില രാവിലെ ചോറ് വെച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചത്തെ പണിയും കുറവാണ്. പയറ് കൊടുത്തി കഞ്ഞി ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചത്തെ പരിപാടിയും കഴിയും കേട്ടോ. പയറ് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഞ്ഞിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായ കാരണം കഞ്ഞിയും ചൂടാണ്, വെള്ളം തിളച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് ഊറ്റാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ലോണം വെന്ത് തന്നെയാണ് ചൊറിയിരിക്കുന്നത്. അതിനോടൊപ്പം ഒരുപാട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം പോലെ ആയി പോകും കേട്ടോ. അത് കാരണം തിളപ്പിച്ചിട്ടാണ് ഇടണേ. നേരം വേഗം കാര്യം കഴിഞ്ഞോളും. ഇപ്പോൾ പാകത്തിന് വേവിന് കിട്ടുകയും ചെയ്തോളും. പിന്നെ പയർ വേവാനുണ്ട്. നമുക്ക് ആ വേവുമ്പോഴത്തേനും അതിനുള്ള ബാക്കി പരിപാടികൾ ചെയ്ത് വയ്ക്കാം. സവാളയൊക്കെ അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും പയർ വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും. പയർ വേവാൻ എന്തായാലും സമയമെടുക്കും. അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. ഇത് ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ ഓഫറിൽ കിട്ടിയൊരു ചുരിദാറിൻ്റെ മെറ്റീരിയലായിരുന്നു. അപ്പോൾ അത് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം സ്ലിറ്റിൻ്റെ ടോപ്പ് ഞാൻ ഒരെണ്ണം വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണിത്. അപ്പോൾ പാൻറ്റ് ഓൾറെഡി എനിക്കുണ്ട് ടൈന് ചേരുന്നത്. അപ്പോൾ ഇതും കൂടെ ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞ് അത് തയ്ക്കണം. അപ്പോൾ അതായത് നമ്മുടെ പയർ തിളച്ചിട്ടുണ്ട്, വെന്തിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് സവാള വാട്ടാമെന്ന് വിചാരിച്ചു. ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ പയർ വലുത്തുന്നത്. അപ്പോൾ അതായത് നമ്മൾ അയില വറുത്ത് വെച്ചിട്ടുണ്ട്. പയറിന് പണി കുറവല്ലേ. ഇന്നിപ്പോൾ
കടലക്കറിയുണ്ട്, മീൻ വറുത്തതും ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. പയറിൻ്റെ പരിപാടി എന്തേ കഴിയണു. വേറെ കൂടുതൽ വെന്തിരിക്കണതുകൊണ്ട് ഇനിയിപ്പം ഇത് ഇട്ടൊന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഇന്നലെ ഉഴുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഉഴുന്ന് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ ഉഴുന്ന് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിടാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ അവധിയായതുകൊണ്ട് ഇച്ചിരി താമസിച്ചൊക്കെ എഴുന്നേക്കുള്ളൂ. അപ്പോൾ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചേക്കാണെങ്കിൽ ദോശയും ഇഡ്ഡലി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മിക്കപ്പോഴും ഞാൻ അങ്ങനെയാട്ടോ നോക്കുന്നത്. അതിന് ശേഷം ഇനിയിപ്പോൾ പയർ ചെറുതീയിലൊന്ന് വെച്ച് ഒന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അതിനിടയിൽ പാത്രം തേക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഇന്നിപ്പോൾ അടുക്കള ഒരുപാട് മുഷിഞ്ഞിട്ടൊന്നുമില്ല, ഓടിച്ചിട്ടുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ പാചകം കഴിയുമ്പോൾ കുറച്ച് മുഷിയും, എത്ര തുടച്ചിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ലാസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തു. ഇന്നത്തെ അടുക്കള പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അനീഷേട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. അനീഷേട്ടൻ വരുമ്പോഴത്തേനും ഞാനെല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നങ്ങ് കഴിക്കാമല്ലോ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഞാനിപ്പോൾ റൂമിലിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കാറുണ്ട്. അത് നാട്ടിലൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബോറടിക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേനും അനീഷേട്ടൻ വന്നു. ഇതുപോലെയാണ് എൻ്റെ പണികളെല്ലാം കഴിയുമ്പോഴത്തേനും അനീഷേട്ടന് ഉച്ചയ്ക്ക് ചോറിനാൻ വരും. പിന്നെ ഒരു മണിക്കൂറുണ്ടാവും. അപ്പോൾ അനീഷേട്ടനായിട്ട് ഇന്ന് അങ്ങനെ സമയം ആ ഒരു മണിക്കൂർ പോണത് അറിയില്ല കേട്ടോ. പിന്നെ അനീഷേട്ടൻ പോകുമ്പോഴത്തേനും മാള് വരും. പിന്നെ മാള് വന്നു കഴിഞ്ഞാൽ മാളുവിന് കുറച്ച് പരിപാടികൾ നമുക്കുണ്ടാവില്ല, കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാളൊന്ന് കുളിക്കണ സമയം, അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ തയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മാള് ട്യൂഷന് പോകും. ആ സമയത്ത് ഞാൻ ഒന്നുമില്ലെങ്കിൽ തയ്ക്കും, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കങ്ങനെ ബോറടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചവരെയുള്ള പണികളും വിശേഷങ്ങളൊക്കെ ഇതാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.